ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആലൻ എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഇമ്മൻസ് ഇൻ ഷാഡോന്റെ എപ്പിസോഡ് 5 ആണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ ലൈക്ക് ചെയ്താണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ വീണ്ടും കുറച്ച് ദിവസം ലീവായി പോയി. അത് വേറൊന്നും കൊണ്ടല്ല, പോയ പോലെ തിരിച്ച് വന്നു തന്നെയാണ്. അപ്പൊ ഇനി എന്തായാലും ഡെയിലി 6 മണിക്ക് വൈകുന്നേരം വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാ മച്ചാന്മാരും കൃത്യം 6 മണിക്ക് ഡെയിലി വരാൻ നോക്കാം. അതുപോലെ തന്നെ ഇമ്മൻസ് ഇൻ ഷാഡോന്റെ മലയാളം എക്സ്പ്ലനേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പിസോഡ് 4 എവിടെ എൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അലക്സിന്റെയും സെനോണിന്റെയും മുമ്പിൽ നമ്മൾ ഹീറോ വരുന്ന കാണിച്ചുകൊണ്ടായിരുന്നു എപ്പിസോഡ് 5. എപ്പിസോഡ് 4 എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഹീറോയുടെ ഇൻട്രൊഡക്ഷൻ കാണിച്ചുകൊണ്ടായിരുന്നു എപ്പിസോഡ് 4 എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെയാണ് എപ്പിസോഡ് 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലാക്ക് കോസ്റ്റ്യൂം ധരിച്ച പേഴ്സൺ. അപ്പോൾ ഇയാളെ പറ്റിയാണ് കൾട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് സെനോൺ അവനെ മനസ്സിൽ ആലോചിക്കുകയാണ്. ആരാടാ നീ എന്ന് സെനോൺ ഹീറോയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഷാഡോ റിപ്ലൈ കൊടുക്കുകയാണ്, ഇരുട്ടിൽ നിന്ന് അഥവാ നിഴലിൽ നിന്ന് അധർമ്മത്തിനെതിരെ പോരാടുന്ന ഒരു വ്യക്തി, അതാണ് ഞാൻ. എനിക്ക് മനസ്സിലായി. ഈ ഇടയ്ക്ക് എന്റെ കൾട്ടിൽ കുറച്ച് വരെ നീ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അൺഫോർച്ചുനേറ്റ്ലി അവരൊക്കെ ഭയങ്കര വീക്കായിട്ടുള്ള പേഴ്സൺസ് ആയിരുന്നു. ആ ഒരു വീക്ക് പേഴ്സണൊക്കെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ആ അറ്റാക്ക് ചെയ്ത ആളും ഒരു വീക്ക് ആയിരിക്കണം. അതിനർത്ഥം നീ ഒരു വീക്കാണ്. എന്ത്? ഞാൻ അറ്റാക്ക് ചെയ്തവരൊക്കെ വീക്കായിട്ടുള്ള പേഴ്സൺസ് ആയിരുന്നു അല്ലേ? ഓക്കെ. ബൈ ദ വേ, കൾട്ടിലകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ നീ പരിചയപ്പെടേണ്ടത്. അപ്പൊ അതാണ് ഞാൻ, സെനോൺ. കൾട്ടിലകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ കൈകാര്യം ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സെനോൺ ഹീറോനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പൊ ഹീറോ സിമ്പിൾ ആയിട്ട് ഒരു അറ്റാക്ക് ഡോജ് ചെയ്ത് മാറുകയാണ്. എനിക്ക് കൾട്ടിലകത്ത് മെയിൻ പേഴ്സണായിട്ട് സംസാരിക്കണം എന്ന് ഹീറോ പറയാണ്. അവിടെ നിന്നും കട്ട് ചെയ്ത് ആ ഒരു സിറ്റി കാണിക്കുകയാണ്. അപ്പൊ സിറ്റിയിൽ അലക്സിയുടെ ദേഹത്ത് നിന്ന് എടുത്ത ബ്ലഡ് ആ പ്രാന്തൻ ഡോക്ടർ ഒരു ജീവിയോട്ട് ഇഞ്ചക്ട് ചെയ്തില്ലേ? അപ്പോൾ ഒരു ജീവി അവിടെ രക്ഷപ്പെട്ടുകൊണ്ട് തന്നെ ആ ഒരു സിറ്റി മൊത്തം പൊളിക്കുകയാണ്. കൂടെ തന്നെ ആൾക്കാരെ ആ ഒരു ജീവി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വിവരം പറഞ്ഞ ഡിഫൻസിലോ ഡാർക്ക് നൈറ്റ്സ് ആ ഒരു ജീവിനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ആ ജീവിക്കൊന്നും പറ്റുന്നില്ല. കാര്യം ആ ജീവിക്ക് വളരെയധികം ഹീലിംഗ് ഫാക്ടർ ഉണ്ട്. അതുകൊണ്ട് ഡാർക്ക് നൈറ്റ്സിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അലക്സിന്റെ സിസ്റ്ററും കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു അറ്റാക്ക് ഒന്നും പറ്റുന്നില്ല ആ ഒരു ജീവിക്ക്. അതിന് ഏരീസ് അവളുടെ മൊത്ത പവറിൽ ഒരു അറ്റാക്ക് ചെയ്യണം. അപ്പൊ ഒരു അറ്റാക്കിൽ ആ ഒരു ജീവിനെ കൈവരെ വെട്ടി മാറ്റുകയാണ്. പക്ഷെ അപ്പൊ തന്നെ വെട്ടിയ കൈ അവിടെ റീജനറേറ്റ് ആവുകയാണ്. അപ്പം ആ ഒരു സ്ഥലത്ത് അവിടെ ആൽഫ വരികയാണ്. അപ്പൊ ആൽഫ വന്നിട്ട് ഏരീസിനോട് പറയുകയാണ്, നീ ചെയ്യുന്നതൊക്കെ വെറുതെയാണ്. നീ ഇപ്പൊ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ജീവിനെ ഫൈറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂട്ടാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് കൊല്ലാൻ പറ്റില്ല. അപ്പൊ ഏരീസ് ആൽഫയോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? പക്ഷെ ആൽഫന് റിപ്ലൈ കൊടുക്കാൻ, നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ആ ഒരു കഷ്ടപ്പാട് ഇനി അധികം നേർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആൽഫ അവളെ മൊത്ത പവറിൽ ആ ഒരു ജീവിനെ കൊല്ലുകയാണ്. ആൽഫ ആ ഒരു ജീവിനെ വെട്ടിയതിനു ശേഷം ആ ഒരു ജീവി ഉള്ള സ്ഥലത്ത് ആ ഒരു ജീവിയുടെ ബോഡി മാറിയതിനു ശേഷം അവിടെ ഒരു പെൺകുട്ടീന്റെ ബോഡി വരികയാണ്. കൂടെ തന്നെ ഒരു നെക്ലേസും. അപ്പൊ ആൽഫ ആ ഒരു നെക്ലേസ് എടുക്കുന്നുണ്ട്. ആൽഫ അവിടെ നിന്ന് പോകുമ്പം ഏരീസ് അവളെ പിറകിന്ന് വിളിക്കുന്നുണ്ട്. ഏരീസിനോട് ആൽഫ പറയാണ്, നിങ്ങൾ വെറും ഷോ വാച്ചേഴ്സ് ആണ്, നമ്മളെ ഷോയിൽ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സ്. ഒരു ഷോ വാച്ചർ എന്ന നിലയിൽ നിങ്ങൾക്ക് കഥ മാറ്റാൻ പറ്റില്ല, കാരണം ആക്ട് ചെയ്യുന്നത് നമ്മളാണ് എന്ന് പറഞ്ഞിട്ട് ആൽഫ അവിടെ നിന്ന് പോവുകയാണ്. എന്ത് ഷോ വാച്ചറോ? അപ്പൊ ഇവിടെ അലക്സിയ ഉണ്ട്. അലക്സിയ നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏരീസ് അവിടെ നിന്ന് ഓടുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആ ഒരു വാട്ടർ ടണലിൽ ഹീറോസിനോടും തമ്മിലുള്ള ഫൈറ്റ് കൂടി വരികയാണ്. ഈ ഫൈറ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഫൈറ്റ് പെട്ടെന്ന് തീരില്ല എന്ന് പറഞ്ഞിട്ട് സെനോൺ അവരൊരു പവറോട് അയക്കൺ ചെയ്യാൻ തുടങ്ങിയാണ്. സെനോൺ ഇത്ര പവർഫുൾ ആണോ എന്ന് പറഞ്ഞ അലക്സിയ സെനോനെ നോക്കിയാണ്. ഫ്യൂച്ചർ കിങ് വാ ഫൈറ്റ് ചെയ്യാം എന്ന് നമ്മൾ ഹീറോ സെനോനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇത് കേട്ട് സെനോന്റെ ദേശത്തോടെ ഹീറോനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പൊ അറ്റാക്ക് ചെയ്യുന്ന ഒരു കോർ ആ ഒരു പവർ കാരണം സീലിംഗ് വരെ പൊട്ടി പോവുകയാണ്. അപ്പൊ അലക്സി ആലോചിക്കുകയാണ്, ഇവർ അറ്റാക്ക് ചെയ്യുന്ന സ്റ്റൈലാണ് അലക്സി കുറെ നാളായിട്ട് അവേക്കൺ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ സിമ്പിളായിട്ട് ഫൈറ്റ് ചെയ്യുന്ന കണ്ടിട്ട് അലക്സി അവളുടെ പഴയ കാര്യത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അലക്സിനെ ചേച്ചി എപ്പോഴും ഈ ഒരു സ്റ്റൈലാണ് അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ അലക്സി കുറെ നാളായിട്ട് ഇത് അവേക്കൺ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പക്ഷെ അലക്സിക്ക് പറ്റുന്നില്ല അത് അവേക്കൺ ചെയ്യാൻ വേണ്ടി. ഇപ്പോഴും എല്ലാവരും എന്റെ ചേച്ചിയായിട്ടാണ് കമ്പയർ ചെയ്യാറുള്ളത്. പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം എന്റെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അറ്റാക്ക് ചെയ്യുന്ന സ്റ്റൈൽ ഭയങ്കര കിടിലായിട്ടുണ്ടെന്ന്. അപ്പൊ ആ ഒരു പോസ്റ്റിൽ ഹീറോ നിൽക്കുകയാണ്. എന്റെ ഹീറോ സെനോൺ അറ്റാക്ക് ചെയ്യുകയാണ്. ആ ഒരു അറ്റാക്ക് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പൊ ഈ അറ്റാക്ക് കൊണ്ട് സെനോൺ വരെ പറയാണ്, ഇത്രയും സ്ട്രോങ് ആയിട്ടും നീ എന്തിനാ നിന്റെ ഐഡന്റിറ്റി മറയ്ക്കുന്നത്? നിനക്ക് നിന്റെ മുഖം റിവീൽ ചെയ്തു. ഞാൻ ഷാഡോ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്റെ മുഖം ഞാൻ ആരുടെ റിവീൽ ചെയ്യാൻ എനിക്ക് തൊട്ടും താല്പര്യവുമില്ല. ഇരുട്ടിൽ നിന്ന് വാഴുന്ന ഒരു രാജാവാണ് ഞാൻ എന്ന് ഹീറോ സെനോനോട് പറയാണ്. ഇത് കഴിഞ്ഞ് ദേഷ്യം പിടിച്ച സെനോൺ പറയാണ്, നിനക്കിനി എന്നെ തൊടാൻ പോലും പറ്റില്ല, കാരണം ഈ ഒരു ക്യാപ്സ്യൂൾ ഞാൻ കഴിക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര പവർഫുൾ ആയി മാറും. ഈ ഒരു ക്യാപ്സ്യൂൾ ഒരു സാധാരണ മനുഷ്യൻ കഴിക്കുകയാണെങ്കിൽ അയാൾ അപ്പം തന്നെ മരിക്കും. കാരണം ഈ ഒരു ക്യാപ്സ്യൂൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു സ്പോട്ട് ഏറ്റവും കൂടുതൽ പവർ അയാൾ ദേഹത്തോട് ഇൻടേക്ക് ആകും. അതൊരു സാധാരണ മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു പവർ. അപ്പം തന്നെ അയാൾ മരിച്ചു പോകും. പക്ഷേ ഈ പവർ ഞാൻ അവേക്കൺ ചെയ്യണം. ഇത് ഞാൻ കഴിക്കുകയാണെങ്കിൽ എൻ്റെ ദേഹത്ത് നല്ല പവർ വരും എന്ന് പറഞ്ഞ് സെനോൺ ആ ഒരു മൊത്ത ക്യാപ്സ്യൂളും കഴിക്കുകയാണ്. അവിടെ സെനോൺ കഴിക്കുമ്പോൾ തന്നെ മുമ്പത്തെ ആടി സ്ട്രോങ്ങറായി മാറുകയാണ് സെനോൺ. ഇപ്പോൾ വാ നമുക്കിനി ഫൈറ്റ് എന്ന് സെനോൺ ഹീറോനെ പറയണം. അപ്പോൾ ഹീറോ വെറുതെ അവൻ്റെ കൈ കൊണ്ട് തന്നെ സെനോനെ ഇടിച്ചിടിച്ചൊരു പരുവാക്കുകയാണ്. പ്ലേ ടൈം ഇസ് ഓവർ
എന്നും പറഞ്ഞിട്ട് ഹീറോ അവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു മാജിക്കോ ഇത് ഈ വഴി ഞാൻ അവേക്കൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സെനോൺ നോക്കുകയാണ്. അപ്പൊ ഹീറോ പറയാണ് അവനോട് അവന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിയർ ബോംബിന്റെ ദേഹത്ത് വീണാൽ പോലും അവനത് അക്സെപ്റ്റ് ചെയ്യണം, അത് അവന് ഹീൽ ചെയ്യണം. ആ ഒരു ന്യൂക്ലിയർ ബോംബ് വീണാൽ പോലും അവനൊന്നും പറ്റരുത്, കാര്യം അവനത് കോൺകർ ചെയ്യണം. ആ ചെറുക്കനാണെങ്കിൽ എല്ലാം പഠിച്ചു, അവൻ മസിൽസ് ഗെയിൻ ചെയ്തു, അവൻ മാർഷൽ ആർട്സ് പഠിച്ചു, അവൻ പഠിക്കാൻ ഒരു ടെക്നിക്കൽ ആ സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. പക്ഷേ അവന് ആറ്റോമിക് ബോംബ് മാത്രം എങ്ങനെ അവന്റെ ദേഹത്ത് ഒന്നും ആവാതിരിക്കാൻ വേണ്ടി അവൻ കുറെ ശ്രമിച്ചു. പക്ഷെ അവൻ ഒരു ഐഡിയ കിട്ടില്ല. അവസാനം അവനൊരു കാര്യം മനസ്സിലായി, ഇപ്പൊ ആറ്റോമിക് ബോംബിനെ തന്നെ താങ്ങണമെങ്കിൽ അതിന് ഞാൻ ഒരാളാവണം, എന്താന്നല്ലേ ഞാനൊരു അറ്റോമിക്കായി മാറണം. അപ്പോഴാണെങ്കിൽ സെനോണ് അവന്റെ കത്തി വെച്ചിട്ട് ഹീറോയുടെ ദേഹത്ത് ഒരു മുറിവ് വരുത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ അവന്റെ ദേഹത്ത് ഒന്നും ആവുന്നില്ല, അവന്റെ കത്തി തന്നെ പൊടി പൊടിയായി മാറുകയാണ്. ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ല ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. ഒരു പവർ അത് അവേക്കൺ ചെയ്യാനുള്ള കഴിവ് അത് ആദ്യം വേണം. ബിക്കോസ് ഐ ആം ദ അറ്റോമിക്, ഞാനാണ് ഈ ഒരു ലോകത്തിലെ അറ്റോമിക് ബോംബ് എന്ന് പറഞ്ഞിട്ട് ഹീറോ അവന്റെ മൊത്തം പവറോടെ അവേക്കൺ ചെയ്യാൻ തുടങ്ങിയാണ്. ആ ഒരു പവർ കാരണം അവരുടെ ആ സ്ഥലം തന്നെ അവിടെ മൊത്തത്തിൽ തകർന്നു പോവുകയാണ്. ഇത് ദൂരെന്ന് കണ്ട് പ്രിൻസസ് ഐറിസ് കണ്ട് നെട്ടുകയാണ്. പക്ഷെ ആൽഫയും ഡെൽറ്റയൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പ്രിൻസസ് അലക്സിയനെ കാണിക്കണം. അപ്പൊ അലക്സിയ ആണെങ്കിൽ ഹീറോ അവനെ കൊല്ലം ഉപയോഗിച്ച ടെക്നിക്ക് ആ ഒരു കത്തിയെടുത്ത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നോക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവിടെ പ്രിൻസസ് ഐറിസ് വരുന്നുണ്ട് അലക്സിയനെ കാണാൻ വേണ്ടി. അപ്പൊ അലക്സിയനെ കണ്ടുപിടിച്ചിട്ട് അവരെ കെട്ടിപ്പിടിക്കുകയാണ്. അലക്സിയ, നിന്നെ എവിടേക്ക് തേടി നിനക്കറിയാവൂ, ഇനി നീ എന്നെ വിട്ടു പോകാൻ പാടില്ല എന്ന് ഐറിസ് അലക്സിനോട് പറയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് അലക്സിനെ ഹീറോനെ കാണിക്കണം. അപ്പൊ അലക്സി പറയാണ്, ഇവിടെ നടന്നത് അതെന്താണെന്ന് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ, അത് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ, അത് വളരെ വലിയൊരു മിസ്റ്ററിയാണ്. ശരി ആയിക്കോട്ടെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഹീറോടെ പോകാൻ നിൽക്കുമ്പോഴാണ് അലക്സി പറയുന്നത് വിളിക്കുന്നത്. നീ അന്ന് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞില്ലേ, എൻ്റെ സ്പോർട്സ് സ്റ്റൈൽ നിനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോഴാണ് ഹീറോ പറയാം, അതെ എനിവേ അതൊന്ന് പറഞ്ഞതിന് താങ്ക് യു, എനിക്ക് ഇപ്പോഴാണ് അത് പറയാൻ തോന്നിയത്. നീ അത് പറഞ്ഞെങ്കിലും പോലും പക്ഷേ എനിക്ക് നിന്നെ അത്ര ഇഷ്ടമല്ല, കാര്യം നിനക്ക് കഴിവില്ലല്ലോ, എനിക്ക് മാത്രമല്ലേ ഷോർട്ട് സ്റ്റൈൽ ഉള്ളൂ. ഓക്കെ ഫൈൻ, എനിവേ നിനക്ക് എന്തെങ്കിലും അടുത്ത് പറയാൻ ഇനിയുണ്ടോ? അപ്പോഴാണെങ്കിൽ അലക്സി അവനോട് പറയാം, അതെ അതെ ഉണ്ട്, നമുക്ക് നമ്മളെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്താലോ? അപ്പോൾ ഹീറോ പറയണം, ഞാൻ പറയാൻ വരെയായിരുന്നു നമ്മുടെ റിലേഷൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്താലോ? അപ്പോഴാണെങ്കിൽ അവളും ചിരിക്കുകയാണ്, നമ്മൾ ഹീറോയും ചിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു ബ്ലഡ് തെറിക്കുകയാണ്. അക്കാഡമിയിൽ ഒരു സ്റ്റാഫ് മിസ്സായില്ല, ഒരു ടീച്ചേഴ്സും മിസ്സായില്ല, ഒരു സ്റ്റുഡൻസും മിസ്സായില്ല, പക്ഷേ ആ ബ്ലഡ് എന്തിനാ അവിടെ വന്നു എന്ന് അക്കാഡമിയിലുള്ള എല്ലാവരും നെട്ടിത്തരിക്കുകയാണ്. ഇപ്പോഴും സ്കൂളിലത്തെ 7 മിസ്റ്ററീസിൽ ഒരു മിസ്റ്ററിയാണത്. പിന്നെ മിസ്റ്റർ സെനോൺ അക്കാഡമിയിൽ ഒരു വിവരമില്ലാതെ ഒരു കാറ്റ് പോലെ മാഞ്ഞു പോയി. ലോഡ് ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ബുദ്ധിമാനാണ്, ഭയങ്കര യങ് ആണ്, ഭയങ്കര കിഡിലാണ്, അതിലുപരി ഭയങ്കര ലുക്കനാണ് എന്ന് ഷാഡോന്റെ അണ്ടർഗ്രൗണ്ട് ഓർഗനൈസേഷനിലുള്ള പെണ്ണുങ്ങൾ പറയാണ് ഷാഡോനെ പറ്റി. ഇപ്പൊ ഈ ടൗണിലുള്ള എല്ലാവരും നമ്മളുടെ ബോസ് കാരണം പേടിച്ച് വരണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, നമ്മളെ ലോഡ് ഭയങ്കര പവർഫുൾ ആണ്. ഓക്കെ, നമുക്ക് നമ്മളെ വിഷയത്തിലോട്ട് വരാം. ഡെൽറ്റ അവളുടെ റിപ്പോർട്ട് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, അവളുടെ അന്വേഷണമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അതുപോലെ ഡെൽലിയും പറഞ്ഞു അവളുടെ കെമിസ്ട്രി ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടെന്ന്. എല്ലാം നന്നായിട്ടാണ് പോകുന്നത്. പക്ഷേ ഏതോ ഒരു ഓർഗനൈസേഷൻ നമ്മളുടെ പേര് ഉപയോഗിച്ച് കുറെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആ ഒരു സിറ്റി കാണിക്കണം. അപ്പൊ സിറ്റിയിൽ ഹീറോയ്ക്ക് വേണ്ട കാര്യം ഹീറോ ചെയ്തിട്ടുണ്ട്. ഹീറോന്റെ അറ്റോമിക് പവർ കാരണം ഒരു വലിയൊരു സ്ഫോടനം നടന്നതിന് ശേഷം ആ ഒരു ഏരിയയിൽ തന്നെ ഒരു വലിയൊരു തകർച്ച അവിടെ നടന്നിട്ടുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പ്രിൻസസ് ഐറിസിനെ കാണിക്കണം. അപ്പൊ ഐറിസിന് മുമ്പിൽ 2 അസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അവർ പറയാണ്, ഐറിസ് അവരോട് പറയാണ്, കൾട്ട് ഓഫ് ഡിയോബ്ലോസിനെ പറ്റി ഞാൻ കേട്ടു, ആ ഒരു ഓർഗനൈസേഷനെ പറ്റി ഞാൻ അറിഞ്ഞു, ഇനി അവരായിരിക്കുമോ ഇത് ചെയ്യാനുള്ള കാരണം? എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കാണ് ഞാൻ ഇത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും വലിയ പദവി തരാൻ പോകുന്നത്. ഞാൻ നിങ്ങൾ രണ്ടുപേരെയാണ് ഏറ്റവും വിശ്വസിക്കുന്നത്. നിങ്ങളെ വെച്ചുകൊണ്ട് ഒരു ടീം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു കാര്യത്തെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി. നമുക്കുള്ള ഒരു ക്ലൂ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം മാത്രമാണ്. ഇതിന്റെ വർക്കിംഗ് എന്താണ്, ഇതിന്റെ മെക്കാനിസം എന്താണ് ഒന്നും നമുക്കറിയില്ല. നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ഉപയോഗിക്കാൻ അറിയാന്നുള്ള ഒരാളെ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. അവിടുന്ന് കട്ട് ചെയ്ത് ഒരു പെൺകുട്ടിയെ കാണിക്കണം. ആ പെൺകുട്ടി ഇതേ സാധനത്തിനെ പറ്റി എന്തൊക്കെയോ വായിച്ചുകൊണ്ട് വരികയാണ് ഒരു ബുക്കിൽ. അതേസമയം ഹീറോ അലക്സിനെ പറ്റി ഇവിടെ പറഞ്ഞുകൊണ്ട് വരികയാണ്. അവൾ ജനിച്ച ഒരു പെണ്ണല്ല, അവൾ നേച്ചറിൽ ജനിച്ച ഒരു കില്ലിംഗ് മെഷീനാണ്. അപ്പൊ ഹീറോ അറിയാതെ ഈ പെൺകുട്ടിയുടെ ദേഹത്ത് തട്ടുകയാണ്. അപ്പൊ പെൺകുട്ടിയുടെ ബുക്കുകൾ വീണിട്ട് ആ പെൺകുട്ടിയോടെ വീഴുകയാണ്. ആർ യു ഓൾ റൈറ്റ് എന്ന് പെൺകുട്ടിയോട് കൈ കൊടുത്തിട്ട് ഹീറോ പറയാണ്. ആ ഒരു പെൺകുട്ടിക്ക് ഇത് വേറൊരു രീതിയിൽ ബോണ്ട് ആവുകയാണ്. അവിടെ വെച്ച് എപ്പിസോഡ് 5 എൻഡ് ആവുകയാണ്. ഇനി എന്തായാലും ഡെയിലി കൃത്യം 6 മണിക്ക് ഡെയിലി വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ കൃത്യം 6 മണിക്ക് എല്ലാ മച്ചന്മാരും വരാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള ഇമ്മൻസ് ഷാഡോന്റെ മലയാളം എക്സ്പ്ലനേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. So thank you for watching and this is your Alex Planner signing out.